ഹായ് ഫ്രണ്ട്സ്, ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഒരു ഇലച്ചെടിയെക്കുറിച്ചാണ്. ഇലച്ചെടി എന്ന് പറഞ്ഞുകൂടെ അത്രക്കും ഭംഗിയാണ് കേട്ടോ. ഇലച്ചെടിയാണ്. അപ്പോൾ ഇതൊരു പൂച്ചവാലൻ ചെടിയിൽപ്പെട്ട ഒരു ചെടിയാണ് കേട്ടോ. പൂച്ചവാലൻ ചെടിയില്ലേ, നമ്മൾ പച്ച ഇലയും അതിലത്തെ പൂച്ചവാല് പോലെ തൂങ്ങുന്ന റെഡ് കളറുള്ള പഴയ കാലത്ത് നമ്മൾ കാണുന്ന അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവരെന്തായാലും ഒന്ന് കാണണം. ആ പൂച്ചവാലൻ ചെടിയുടെ ഫാമിലിപ്പെട്ട ചെടിയാണ്. ഇതിൽ പൂക്കൾ ഉണ്ടാകുമോ ഇതുപോലെ ഉണ്ടാകുന്ന, അതിന് പൂക്കൾക്ക് അത്രത്തോളം നമ്മൾ കാര്യമായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് കൊടുക്കാറില്ല. ഇലച്ചെടിയായിട്ടാണ് നമ്മളിത് വളർത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് വെറൈറ്റികൾ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേരാണ് കോപ്പർ ലീഫ് പ്ലാന്റ് എന്നാണ് ഇതിൻ്റെ പേര്. ശരിക്കുള്ള പേര് അക്കലീഫ എന്നും പറയും, അക്കാലിഫ എന്നും പറയും കേട്ടോ. ശരിക്കുള്ള പേര് അതാണ്. അപ്പോൾ ഈ കോപ്പർ ലീഫിന് നല്ല വെയിൽ ഇഷ്ടമാണ് കേട്ടോ. നന്നായിട്ട് വെയിലുള്ള സ്ഥലത്താണ് ഇത് വെക്കേണ്ടത്. ഫുൾ സൺലൈറ്റ് ഇഷ്ടപ്പെടുന്നൊരു ചെടിയാണ് നമ്മുടെ ഈ ഒരു കോപ്പർ ലീഫ് പ്ലാന്റ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ യെല്ലോയും ഗ്രീനുള്ളുണ്ട്. അതുപോലെ തന്നെ ഇലകളൊക്കെ ഇങ്ങനെ ചുരുണ്ടിട്ടുള്ളുണ്ട്. ബോർഡറിൽ ഇങ്ങനെ ചുരുണ്ടിട്ടുണ്ട്. സെൻറ്ററിലൊക്കെ വേറെ കളറൊക്കെ ആയിട്ട് അങ്ങനെ ഇതിൻ്റെ ഒരുപാട് ഇനത്തിലുള്ള കോപ്പർ ലീഫ് പ്ലാന്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിൽ കാണിക്കുന്നത് ഒരു വിധത്തിലുള്ളതാണ്. പക്ഷെ ഒരുപാട് നിങ്ങളെ കയ്യിലൊക്കെ ചിലപ്പോൾ ഉണ്ടാകും. ഇതിൻ്റെ ഈ യെല്ലോ കളറൊക്കെ ഉണ്ടാകും. നമ്മൾ ഇതിന് ഫുൾ സൺലൈറ്റിൽ വെച്ചാൽ മാത്രമേ ഇതിൻ്റെ ഇലയിലുള്ള ഈ ഒരു റെഡിഷ് കളറും അതുപോലെ തന്നെ ഈ ഒരു പർപ്പിൾ കളറൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ ഫുൾ നമ്മൾ സൺലൈറ്റിൽ വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾക്ക് നല്ല സൺലൈറ്റിൽ വെക്കുന്ന ചെടി ആയതുകൊണ്ട് തന്നെ നമുക്കിത് മണ്ണിൽ നട്ടുപിടിപ്പിക്കാൻ പറ്റും, അതിൽ തന്നെ ചട്ടിയിൽ നട്ടുപിടിപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് മണ്ണിൽ നട്ടുവെക്കുന്ന ചെടിയാണെങ്കിൽ നമ്മൾ ഒരു ദിവസം വെള്ളം ഒഴിച്ചിട്ടെങ്കിലും ഒന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ നമ്മൾ ചട്ടിയിൽ നട്ടു കൊടുത്ത ചെടിയാണെങ്കിൽ മസ്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നല്ല വെയിലത്ത് വെക്കുന്ന ചെടിയായതുകൊണ്ട് തന്നെ ഇതിന് വെള്ളം അത്യാവശ്യമാണ്. അപ്പോൾ മണ്ണിൽ വെക്കുന്നതിന് നമുക്കറിയാം ജലാംശം അടിയിൽ നിന്ന്, മണ്ണിൻ്റെ അടിയിൽ നിന്ന്, ഭൂമിയിൽ നിന്ന് വലിച്ചെടുക്കും. പക്ഷേ നമ്മൾ ചട്ടിയിൽ വെക്കുന്നത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഫുൾ സൺലൈറ്റിൽ വെക്കുന്നത് ശരിയായതുകൊണ്ട് തന്നെ ഇത് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യുക. ഇതിൻ്റെ കട്ടിങ്സ് എടുത്തിട്ട് നമ്മളൊന്ന് എങ്ങനെയെങ്കിലും കുത്തി കൊടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് പിടിക്കും. കണ്ടില്ല, ഇത് ചുരുണ്ടിട്ടുള്ള ഇല കണ്ടില്ലേ, അതിൻ്റെ ഒരു വേറൊരു സൈസ് കണ്ടില്ലേ, കളർ ഒന്നാണ്, ഇത് ചുരുണ്ട ഇല ആയിട്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് വേഗത്തിന് വേരടിക്കട്ടെ. നമ്മൾ ഇതിൻ്റെ ഒരു ചെറിയൊരു സ്റ്റെം എടുത്തിട്ട് നമ്മളൊരു പൂഴിമണ്ണിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ചെടിച്ചട്ടീൻ്റെ അകത്തോ നട്ടു കൊടുത്താലോ ഒക്കെ തന്നെ നമുക്ക് പെട്ടെന്ന് വേര് പിടിപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ്. വേരെടുപ്പിക്കുന്നതിനൊന്നും ഒരു പ്രശ്നമില്ലാത്ത ചെടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചട്ടിയിലൊക്കെ നിലനിർത്തുന്ന ചെടിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണോ, ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രോണിങ് ചെയ്ത് കൊടുക്കട്ടോ. പ്രോണിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ബുഷിയായിട്ട് വളരും. ബുഷിയായിട്ട് നന്നായിട്ട് നമുക്ക്, അതുകൂടാതെ നമുക്കിത് വെട്ടിയെടുത്തിട്ട് കുറച്ച് ബോൾ ഷേപ്പിലൊക്കെ ആക്കിയെടുക്കാൻ പറ്റും, ചതുര ഷേപ്പിലൊക്കെ ആക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് കൂടുതൽ നമ്മൾ കാണുന്നത് വഴിയരികിലും ഒക്കെ തന്നെ നല്ല വെയിലുള്ള സ്ഥലത്താണ് ഇത് കാണുന്നത്. അപ്പോൾ ഞാനിത് വേറൊരു സ്ഥലത്ത് നിന്നെടുത്ത വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ വീട്ടിലെ ചെടിയല്ല. അപ്പം നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാകും. അപ്പോൾ ഇതിൻ്റെ ഭംഗി കണ്ടിട്ടാണ് ഞാനൊരു വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് അധികം കീടബാധ്യതകൾ അല്ലെങ്കിൽ രോഗങ്ങളൊന്നും വരാത്തൊരു ചെടിയാണ്. പിന്നെ നമുക്ക് ഒരു എന്താ പറയുക, ലോ മൈൻ്റനൻസ്, അതായത് ഒരു പരിചരണം വേണ്ടാത്തൊരു ചെടിയും കൂടി കേട്ടോ. അങ്ങനത്തെ ഒരു പരിചരണം കൊടുത്തിട്ടില്ലെങ്കിലും, അതായത് നമ്മൾ ഇത് ചെടിയെ വളം കൊടുത്തിട്ടില്ലെങ്കിലോ അതുപോലെ തന്നെ വെള്ളം കൊടുത്തിട്ടില്ലെങ്കിലോ ഒക്കെ തന്നെ മണ്ണിൽ നട്ടു കൊടുത്തതാണെങ്കിൽ അത് ഉണ്ടായിക്കോളും കേട്ടോ. പിന്നെ ചട്ടിയിൽ മാത്രമാകുമ്പോഴാണ് നമ്മൾ വെള്ളം കൊടുക്കേണ്ടത്. പിന്നെ നമ്മുടെ ഗാർഡൻ അതിമനോഹരമാക്കുന്ന ഈ ഒരു ചെടിക്ക് നമ്മൾ മറ്റു ചെടികൾക്കൊക്കെ വളം കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു വളം, ചാണകപ്പൊടിയോ അങ്ങനെ NPK എന്തെങ്കിലും വളം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി നന്നായിട്ട് പുഷിയാവും കേട്ടോ. ഇതിപ്പോൾ റോഡരികിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നിട്ട് എടുത്തതാണ്. അപ്പോൾ ഈ ഒരു ചെടി നിങ്ങളെ കയ്യിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ആരുടെ കയ്യിലൊക്കെയാണ്, ഏതൊക്കെ കളർ ഉണ്ടെന്നൊക്കെ ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു കേട്ടോ. മുമ്പ് ഞാനിതിൻ്റെ ഷോർട്ട് വീഡിയോ ചെയ്ത് അതിങ്ങനെ ബുഷിയായിട്ട് നിൽക്കുന്ന, അതും ഒരു ഇങ്ങനെ പോകുന്ന വഴിയരികിൽ നിന്ന് എടുത്തൊരു വീഡിയോ ആയിരുന്നു. നല്ല ബുഷിയായിട്ട് നിൽക്കുന്നതായിരുന്നു. പക്ഷേ ഇത് എത്രത്തോളം ബുഷി അല്ലെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമ്മുടെ പൂന്തോട്ടത്തിൽ പച്ചപ്പിൻ്റെ ഉള്ളിൽ കൂടിയ ഈ ഒരു കളറിങ് വരുമ്പോൾ എത്ര ഭംഗി ഉണ്ടാവും, നല്ല ഭംഗി ഉണ്ടാവും അല്ലേ. നമുക്ക് നല്ലൊരു ഭംഗിയായിരിക്കും അല്ലേ. അതായത് ഉജീനിയം പ്ലാന്റ്സിൻ്റെ ആ ഒരു തളിരിൽ അങ്ങനെ റെഡ് കളറായി വെക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. അതുപോലെ നമ്മൾ വേറെ ഏതെങ്കിലും ചെടീൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ചെടിയും കൂടി വെക്കുമ്പോൾ നമുക്ക് നല്ല ഭംഗിയായിട്ടുണ്ടാകും. അപ്പോൾ തീരെ എന്താ പറയുക, പരിചരണം കുറഞ്ഞ, നമുക്കൊരു ചിലവ് കുറഞ്ഞ അങ്ങനെയുള്ള ഒരു ചെടിയാണ്. പിന്നെ നമുക്ക് നന്നായിട്ട് വളമൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങളെ കയ്യിലില്ലെങ്കിൽ എവിടെയും കിട്ടുകയാണെങ്കിൽ എന്തായാലും മസ്റ്റായിട്ടും ഗാർഡനിൽ വളർത്തണം. ഞാനും നോക്കുന്നുണ്ട്. എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും വളർത്തും. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് വളർത്തിയെടുക്കേണ്ട ഒരു പൂച്ചവാലിൻ്റെ പൂ പോലെ കണ്ടില്ലേ. പൂച്ചവാലിൻ്റെ അത്രത്തോളം അല്ലെങ്കിൽ ആ ഒരു ഫാമിലി പെട്ടത് കൊണ്ടാണ് അങ്ങനെ ഉള്ളത്. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആണ്. ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന്
സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതിങ്ങനെ ഇതൊന്ന് വെട്ടിയൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ ഇത് നല്ല രീതിയിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇനിയും കുറച്ച് സ്പേസൊക്കെ ബാക്കിയുണ്ട്, ആ സ്ഥലത്തേയും കൂടി ഫില്ല് ചെയ്തിട്ട് നല്ല രീതിയിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ അടുത്തിട്ട് നട്ട് കൊടുത്തൊന്നും അറിയില്ല, വഴിയരികിൽ കണ്ട ചെടിയാണ്. അതുകൊണ്ട് തന്നെ അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ഇവിടെ എന്ത് ചെടി കണ്ടാലും എനിക്കിഷ്ടം കേട്ടോ. അപ്പോൾ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ തന്നെ നിന്ന് പോകും. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്താ ലൈക്ക് ചെയ്യുക, കമൻറ്റ്